40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447 175 304. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നോക്കുകൂലി ആവശ്യപ്പെട്ട് ടിപ്പർ ലോറി ഡ്രൈവർക്കും സഹായിക്കും നേരെ മർദ്ദനമേറ്റ മങ്കര സ്വദേശി സുലൈമാൻ, സഹായി നിഷാദ് എന്നിവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച രാവിലെ 8:30 കുമ്പളങ്ങാട് അകമ്പാടം സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. CITU തൊഴിലാളികളാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടിപ്പർ ലോറിയിൽ സിമന്റ് കട്ടകൾ എത്തിച്ച് ഇറക്കിയ ശേഷം മടങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് ഒരു സംഘം CITU പ്രവർത്തകർ എത്തിയത്. കട്ടകൾ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇവർ നോക്കുകൂലി ആവശ്യപ്പെടുകയും തുടർന്നുണ്ടായ തർക്കത്തിനിടെ ഡ്രൈവർ സുലൈമാനെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നുവെന്നാണ് പറയുന്നത്. മങ്കര നരിമാൻപുള്ളി വീട്ടിൽ 45 വയസ്സുള്ള സുലൈമാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സഹായി നിഷാദിനും മർദ്ദനമേറ്റു. മർദ്ദനത്തിൽ സുലൈമാന്റെ കൈക്ക് ചതവേറ്റിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ യൂണിവേഴ്സിറ്റിട്ട് അവർ 6-7 പേര് പിടിച്ച് കറങ്ങെത്തിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു. കയ്യൊക്കെ പിടിച്ച് വലിച്ച് അവർ അങ്ങനെ കുറേ അസഭ്യം പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു. ബസ് ബാക്കിൽ ബസ് എല്ലാം നടക്കുന്നെത്തി നടു റോഡിൽ വണ്ടി തട്ടിയിട്ട് വലിച്ചപ്പോൾ പൈസ വേണം. 2 ആഴ്ചയോളം ഇദ്ദേഹത്തിന് വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ടിപ്പറിലുള്ള കൂടെ പോയി. അപ്പോൾ ലോഡ് കെട്ടാൻ വേണ്ടി ആളെ സൈഡ് പറയാൻ വേണ്ടി പോയതാണ്. സൈഡ് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ യൂണിയൻകാരിങ്ങനെ വന്നു. ഒരു 3 ആൾ വന്നിട്ട് ആദ്യം കട്ടു. അപ്പോൾ എന്ത് പണി നിങ്ങൾ കാട്ടിന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കട്ട കിട്ടാൻ പോയി പറഞ്ഞു. കട്ട ഇവിടെ കുത്തിന് നടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസ ഉണ്ടാക്കി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. അവർ ചോദിച്ചു ആദ്യം നിങ്ങൾ വിവരം പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞിട്ട് തിരിച്ചു ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ പിന്നെ ബാക്കിൽ 3-4 ആൾ ബൈക്കിൻ്റെ മുകളിൽ വന്നിട്ട് ആളെ പിടിച്ച് മറന്നിട്ടായിരുന്നു. ആളെ കൈ പിടിച്ച് വലിച്ചു. ഞാൻ ഡോറ് പുറത്താൻ സമ്മതിച്ചില്ല. ഡോറ് അടച്ചു പിടിച്ചു. അപ്പോൾ ഡോറ് പുറത്തുനിന്ന് ഓപ്പൺ ചെയ്തിട്ട് അവർ വലിച്ച് പുറത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന വണ്ടിയിൽ നിന്ന് ആളെ പുറത്തേക്ക് വലിച്ചിറക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ കാശ് എന്തെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ അവളോട് പോര് ചെയ്തു. അപ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വേണം ഉണ്ടെങ്കിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കണ്ട റെസീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നോക്കുകൂലി നിരോധിച്ച സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്.